Good afternoon, students. Today's topic is induction motor. Induction motor എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സി മോട്ടോർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത് സിൻക്രണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും. ഇൻഡക്ഷൻ മോട്ടർ ഈസ് ബേസിക്കലി അസിൻക്രണസ് മോട്ടർ. സിൻക്രണസ് മോട്ടർ എന്ന് പറയുമ്പോൾ ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ തന്നെ മോട്ടറും കറങ്ങുന്നു. ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡായ സിൻക്രണസ് സ്പീഡില്ലേ ആ സ്പീഡിലേക്ക് റോട്ടറിന് ഒരിക്കലും എത്താൻ പറ്റില്ല. അത് എത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ ഒരിക്കലും റോട്ടറിന് ആ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ലെസ് ദാൻ ദ സിൻക്രണസ് സ്പീഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് അസിൻക്രണസ് മോട്ടോർ. ഇതിന് അങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ കറണ്ടിനെ റോട്ടർ കറണ്ടിലെയും ലാഗ് കാരണത്താലെയാണ് ഈ റോട്ടറിന് ഒരിക്കലും സിൻക്രണസ് സ്പീഡിൽ കറങ്ങാൻ പറ്റാത്തത്. സിൻക്രണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും തമ്മിൽ പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. സിൻക്രണസ് മോട്ടോർ കുറച്ചുകൂടി കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. സിൻക്രണസ് മോട്ടോർസ് ആർ ബേസിക്കലി നോൺ സെൽഫ് സ്റ്റാർട്ടിങ്. സെൽഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കറങ്ങാൻ പറ്റൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് ആണ്. ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി ഇൻഡക്ഷൻ മോട്ടോറിൽ 3 ഫേസ് മാത്രമാണ് സെൽഫ് സ്റ്റാർട്ടിങ്. ഇൻഡക്ഷൻ മോട്ടോർ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. സിംഗിൾ ഫേസ് ശരിക്കും പറയുന്നത് നോൺ സെൽഫ് സ്റ്റാർട്ടിങ് ആണ്, സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, പക്ഷെ 3 ഫേസ് മാത്രം സെൽഫ് സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, ഇനി സിൻക്രണസ് മോട്ടറിൽ DC എക്സൈറ്റേഷൻ കൊടുക്കേണ്ട ഈ മോട്ടറിന്, പക്ഷെ അതേ സമയത്ത് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് DC എക്സൈറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നമുക്ക് ഈ റോട്ടറില്ലേ, ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന റോട്ടർ സ്ക്വിറൽ ഗേജ് റോട്ടർ ആവാം, വയർ വൗണ്ട് റോട്ടർ ആവാം. സ്ക്വിറൽ ഗേജ് റോട്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. വയർ വൗണ്ട് റോട്ടർ ആണെങ്കിൽ നമുക്ക് സ്ലിപ്പ് റിംഗ് ഒക്കെ കൊടുത്തിട്ട് ബ്രഷ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ കണക്ഷൻ എടുക്കാം ശരിക്കും. പക്ഷെ ബേസിക്കലി പൊതുവേ നമ്മൾ സ്ക്വിറൽ ഗേജ് റോട്ടർ ആണ് യൂസ് ചെയ്യാറ്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പറയും doesn't need DC excitation at rotor. Slip ring and brushes are used synchronous motor. ഇൻഡക്ഷൻ മോട്ടറിൽ സ്ലിപ്പ് റിംഗും ബ്രഷിന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷേ വീണ്ടും എക്സെപ്ഷൻ ഉണ്ട് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്വിറൽ ഗേജ് റോട്ടർ ബൈ ഡിഫോൾട്ട് യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് സ്ലിപ്പ് റിംഗും വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പൊ നിങ്ങൾ വയർ വൗണ്ട് റോട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറയുന്ന സ്ലിപ്പ് റിംഗും ബ്രഷെല്ലാം വേണ്ടി വരും. പക്ഷെ പൊതുവേ ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ക്വിറൽ ഗേജ് റോട്ടർ എന്നാണ് പറയാറ്. നമുക്ക് എന്തെങ്കിലും സ്പീഡ് കൺട്രോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ റോട്ടർ യൂസ് ചെയ്യാറുള്ളൂ. സ്പീഡ് ഇസ് കോൺസ്റ്റന്റ് കാൻ ബി കൺട്രോൾ. ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ലിപ്പ് റിംഗ് റോട്ടർ അല്ലെങ്കിൽ വയർ വൗണ്ട് റോട്ടർ യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ സഹായത്തോടെ സ്പീഡ് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡീഷണൽ സ്റ്റാർട്ടിംഗ് മെക്കാനിസം നീഡഡ് ടു ആക്സിലറേറ്റ് റോട്ടർ. അത് നമ്മൾ മുമ്പ് പറഞ്ഞു, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, അതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടിംഗ് മെക്കാനിസം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അതായിരിക്കും ആ 3 ഫേസിന് വേണ്ട. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ അതിന് വീണ്ടും മെക്കാനിസം വേണം. അടുത്തത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് മോർ എഫിഷ്യന്റ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇവിടെ കുറവാണ്, പിന്നെ എഫിഷ്യൻസിയും കുറവാണ് when compared to synchronous motor. These are the main difference between synchronous motor and induction motor. ഇനി ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. ഇപ്പൊ ബേസിക് കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിന് പറയാൻ സ്റ്റാർട്ടറും റോട്ടറും ഉണ്ട്. അതിന്റെ അകത്ത് റോട്ടറിന്റെ കേസ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രണസ് മോട്ടറിന്റെ സ്റ്റാർട്ടർ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, റോട്ടർ എന്ന് പറയുമ്പോൾ എന്താ, സ്ക്വിറൽ ഗേജ് റോട്ടർ അല്ലെ വയർ വൗണ്ട് റോട്ടർ ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. പൊതുവെ കൂടുതലും സ്ക്വിറൽ ഗേജ് റോട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും വയർ വൗണ്ട് ഇൻഡക്ഷൻ മോട്ടറും. ഇത് സ്ക്വിറൽ ഗേജ് എന്ന് പറയാൻ കാരണം സ്ക്വിറലിന്റെ ഒരു കേജ് പോലെയാണ്, അണ്ണാന്റെ ഒരു കേജ് പോലെയാണ് ഇതിനെ കാണുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് സ്ക്വിറൽ കേജ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ, പ്രധാന വ്യത്യാസം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കനോട്ട് ബി ആഡ്. ഈ ബാർ അല്ലെ റോട്ടർ കണ്ടോ, റോട്ടർ ബാർസ് നിങ്ങൾ കണ്ടോ, അതിനെ ഈ എൻഡിലും ഒരു ഡിസ്ക് വെച്ചിട്ട് ഷോർട്ട് ചെയ്തിരിക്കുക, ഈ എൻഡിലും ഡിസ്ക് വെച്ചിട്ട് ഷോർട്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇത് ഇതിനുള്ളിലാണെങ്കിൽ ഇവിടുന്ന് എക്സ്റ്റേണൽ കണക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ബ്രഷ് വഴിയോ സ്ലിപ്പ് റിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കനോട്ട് ബി ആഡ്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് സ്ലിപ്പ് റിംഗും ബ്രഷും വഴി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് വയർ വൗണ്ട് അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ റോട്ടറിന്
നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും. സ്പീഡ് cannot be controlled. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സ്ക്വിറൽ കേജിൽ. ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. റോഡ്സ് ഓർ ബാർസ് ആർ പ്രസന്റ് ഇൻ റോട്ടർ. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാർ അല്ല റോഡാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വയറാണ്. ഈ കാണുന്ന എല്ലാം വയർസ് ആണ്. ഓക്കെ, സോ ഈ നമുക്ക് ഈ റോഡുകൾ ഉള്ളത് കാലത്താല് നമുക്ക് എന്താണ് റോഡ്സ് ആർ ബാർസ് ആർ പ്രസന്റ്, ഇവിടെ വൈൻഡിങ്സ് ആർ പ്രസന്റ്. അപ്പൊ റോഡ് അല്ലെങ്കിൽ ബാർ ആണെങ്കിൽ ഹൈ കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വയറാകുമ്പോൾ ഹൈ കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി ലിമിറ്റ് ഉണ്ട്. കാരണം അതിൽ കൂടുതൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ വയർ ഡാമേജ് ആയി പോകും. മൂവിങ് കോണ്ടാക്ട്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ പറഞ്ഞു ബ്രഷും എന്താ പറയാ സ്ലിപ്പറിംഗ് ഒന്നും തന്നെ ഇവിടെ നിന്ന് കണക്ഷൻ എക്സ്റ്റേണൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സ്ലിപ്പറിംഗ് ബ്രഷ് എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ് സ്ക്വിറൽ ഗേജിന്. ഇവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലാണ്. Squirrel gauge higher efficiency, wire wound lower efficiency. So these are the main difference between the squirrel gauge rotor and wire wound rotor. അടുത്ത നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ മോട്ടോർ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് ദ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ദ അതർ വൺ ഈസ് ദ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതിനകത്ത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് കാര്യം നമുക്ക് നോക്കാം. വർക്കിംഗ് റോട്ടർ അഗെയിൻ സ്ക്വിറൽ ഗേജ് റോട്ടർ ടൈപ്പ് ആവാം. സ്റ്റാർട്ടറിലേക്ക് സിംഗിൾ ഫേസിന്റെ വൈൻഡിങ് കൊണ്ട് അവിടെയാണ് സിംഗിൾ ഫേസ് AC സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് സിംഗിൾ ഫേസ് AC സപ്ലൈ സ്റ്റാർട്ടർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സിംഗിൾ ഫേസ് AC സപ്ലൈ സ്റ്റാർട്ടറിന്റെ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും സ്റ്റാർട്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങിന്റെ അകത്ത് ഫ്ലോ ചെയ്യുന്നത്. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നോർത്തും സൗത്തും പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓൾട്ടർനേറ്റിംഗ് നേച്ചർ അല്ലേ, AC അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. ഓൾട്ടർനേറ്റിംഗ് അതിന്റെ പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നോർത്തും സൗത്തും ആയിട്ട്. അപ്പൊ അതിന്റെ കാലത്താല് അത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് വിച്ച് ഇസ് നോൺ ആസ് ദ മെയിൻ ഫ്ലക്സ്. സ്റ്റാർട്ടറിന്റെ അകത്ത് ഒരു ഫ്ലക്സ് ഉണ്ടാക്കും, അതിനെ നമ്മൾ മെയിൻ ഫ്ലക്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ AC സപ്ലൈ സ്റ്റാർട്ടറിലേക്ക് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന സപ്ലൈ ഓൾട്ടർനേറ്റിംഗ് നേച്ചറാ. അപ്പൊ അത് ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് ഇസ് നോൺ ആസ് ദ മെയിൻ ഫ്ലക്സ്. ഇനി മെയിൻ ഫ്ലക്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ റോട്ടർ കണ്ടക്ടർ. അപ്പൊ ഇത് റോട്ടർ കണ്ടക്ടറിന്റെ മുകളിൽ ഇൻഡക്ഷൻ നടക്കും. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും റോട്ടർ കണ്ടക്ടറിന്റെ അറിയില്ല. ഓക്കെ, അപ്പൊ അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് കാലത്തല്ല ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു EMF റോട്ടറിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യും. റോട്ടറിന്റെ അകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു റോട്ടർ കറണ്ട് ഫ്ലോ ചെയ്യും. റോട്ടറിന്റെ അകത്ത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് റോട്ടർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ സിംഗിൾ ഫേസ് AC സപ്ലൈ സ്റ്റാർട്ടറിൽ കൊടുക്കുന്നു. അത് അത് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് ഇസ് നോൺ ആസ് ദ മെയിൻ ഫ്ലക്സ്. ആ മെയിൻ ഫ്ലക്സ് എന്ത് ചെയ്യും, റോട്ടറിന്റെ മുകളിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. റോട്ടറിന്റെ മുകളിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജിന്റെ കറണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അത് റോട്ടറിന്റെ കൂടെ ഒരു കറണ്ട് ഉണ്ടാക്കും. കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഫ്ലക്സ് ഉണ്ടാക്കും വിച്ച് ഇസ് നോൺ ആസ് ദ റോട്ടർ ഫ്ലക്സ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ രണ്ട് ഫ്ലക്സ് ആയി. സ്റ്റാർട്ടറിന്റെ അകത്ത് ഒരു മെയിൻ ഫ്ലക്സും റോട്ടറിന്റെ അകത്ത് ഒരു റോട്ടർ ഫ്ലക്സും ആയി. ഓക്കെ, ഈ രണ്ട് ഫ്ലക്സും കൂടി തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് അവരൊരു റൊട്ടേറ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സോ അവരൊരു ഡിസൈഡ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും സച്ച് ദാറ്റ് നമ്മൾ ഒന്ന് സ്റ്റാർട്ടിംഗ് റെഡി ആയി സ്റ്റാർട്ടിംഗിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ഓക്കെ, കാരണം റൊട്ടേറ്റിംഗ് ടോർക്ക് ഈ രണ്ട് ഫ്ലക്സും കൂടി തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് റൊട്ടേറ്റിംഗ് ടോർക്ക് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഈ ടോർക്ക് എന്താ ചെയ്യുക, the torque produced will try to rotate in both direction. അതിന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അതിന് അങ്ങോട്ട് രണ്ട് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് നമ്മളൊന്ന് ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് ആ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് തൽക്കാലം അവിടെ ഒരു ലോക്ക് ആയി കിടക്കായിരിക്കും, ഒരു ഡയറക്ഷനിലേക്ക് പോകാതെ ലോക്ക് ആയി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. ഓക്കെ, അതിന് റൊട്ടേറ്റിംഗ് ടോർക്ക് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന് അവിടെ സ്റ്റക്ക് ആയി കിടക്കും. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാലത്താണ് അത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്ന് പറയുന്നത്. ഇനി സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ ആയിട്ടെല്ലാം കൺവേർട്ട് ചെയ്യും. ബേസിക്കലി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ 4 ടൈപ്പ് ഉണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, ഷേഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ, റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടോർ. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. അതാണ് എനിക്ക് എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിലബസിൽ സ്പെസിഫിക് ആയിട്ട് ഈ 4 എടുത്ത് പഠിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇൻഡക്ഷൻ മോട്ടോർ മാത്രമേ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ 3 ഫേസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ
അപ്പോ ഇത് എക്സാം ചോദിച്ചത് കാരണത്താണ് ഞാൻ ഈ ടോപ്പിക് മാത്രം കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഇൻഡക്ഷൻ മോട്ടോർ ഭയങ്കര ലെങ്തി ആയിരിക്കും. സോ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോ ഇതിന്റെ കേസിൽ റോട്ടർ നിങ്ങൾക്ക് കാണാം. അഗെയിൻ നമ്മൾ പറഞ്ഞു സ്ക്വിറൽ ഗേജ് റോട്ടറാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പം റോട്ടർ സ്ക്വിറൽ ഗേജ് റോട്ടർ. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇതിന്റെ കേസിൽ സ്റ്റാർട്ടറിന് 2 വൈൻഡിങ് ഉണ്ട്. ഇതാണ് മെയിൻ വൈൻഡിങ്, ഇതാണ് ഓക്സിലറി വൈൻഡിങ്. ഓക്കെ, ഓക്സിലറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈൻഡിങ്. ഈ കപ്പാസിറ്ററും ഇത് ഒരു ടെമ്പററി പർപ്പസ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു മെയിൻ വൈൻഡിങ് നമുക്ക് കാണാം. ഇതാണ് മെയിൻ വൈൻഡിങ്. ഓക്കെ, ഇതിനെ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയും. ഓക്സിലറി വൈൻഡിങ് നമുക്ക് എന്ത് പറയും? സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ന് പറയും. ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ്, ഓക്സിലറി വൈൻഡിങ്ങിന് സ്റ്റാർട്ടിങ് വൈൻഡിങ് പറയാൻ കാരണം സ്റ്റാർട്ടിങ്ങിന് മാത്രമേ അതിന് ആവശ്യമുള്ളൂ. ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വൈൻഡിങ്ങിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഓക്സിലറി വൈൻഡിങ്. ഓക്സിലറി ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി വൈൻഡിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന വൈൻഡിങ് ആണ്. ഇത് മെയിൻ വൈൻഡിങ് ആണ്, റണ്ണിങ് വൈൻഡിങ് ആണ്. ഇത് മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇത് ആവശ്യമുള്ള ഒരു വൈൻഡിങ്, അതുകൊണ്ടാണ് റണ്ണിങ് വൈൻഡിങ് പറയുന്നത്. ഇത് സപ്ലൈന് നേരെ പാരലൽ ആയിട്ട് അക്രോസ് ആയിട്ടാണ് ഈ വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസ് ലോ ആ, റിയാക്ടൻസ് ഹൈ ആ. ഓക്സിലറി വൈൻഡിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിലോ ഇതിന്റെ റെസിസ്റ്റൻസ് ഹൈ ആ, റിയാക്ടൻസ് കുറവാ ഓക്സിലറി വൈൻഡിങ്ങിന്റെ കേസിൽ. ഇത് ഓക്കെ. ഇനി ഈ കപ്പാസിറ്റർ സ്വിച്ച് ഉണ്ട്. ഇതിന്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ന് പറയും. ഇതൊരു കപ്പാസിറ്റർ ഉണ്ട്. നമ്മളിവിടെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ അത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാതായി മാറിയത് അതിന്റെ അടുത്ത് സ്വന്തമായിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ റോട്ടറിന് സുഖമായിട്ട് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് നേച്ചർ അല്ലാത്തത് കാരണത്താൽ, സിംഗിൾ ഫേസിന്റെ സപ്ലൈ കൊടുത്തത് കാരണം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലാത്തത് കാരണത്താലാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സിംഗിൾ ഫേസിന് ഒരു 2 ഫേസ് പോലെ ആക്കി മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പൊ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി എ ബിഗ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് വോൾട്ടേജ്. കറന്റ് വോൾട്ടേജ് നമ്മൾ നല്ലൊരു 90 ഡിഗ്രി ഓർ അബവ് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കപ്പാസിറ്റർ ആൻഡ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. നിങ്ങൾക്ക് കാണാം ഈ ഓക്സിലറി വൈൻഡിങ്ങും കപ്പാസിറ്ററും സ്വിച്ചും ഈ 3 സാധനം കൂടി സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് ആയിരിക്കും. യൂഷ്വലി ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് മോട്ടറിന്റെ പുറത്താണ് ഉണ്ടാവുക. ഓക്കെ, കപ്പാസിറ്റർ എന്ത് ചെയ്യും? പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. അതെങ്ങനെയാണ്? കപ്പാസിറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടി എന്താ? കപ്പാസിറ്ററിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് അതിന്റെ അക്രോസ് വോൾട്ടേജിനെ എപ്പോഴും ലീഡ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ പോകുന്ന കറണ്ട് അതിന്റെ അക്രോസ് വോൾട്ടേജിനെ എപ്പോഴും ലീഡ് ചെയ്യും. ഓക്കെ, സോ കപ്പാസിറ്റർ ലീഡിങ് കറണ്ട് ഫ്ലോസ് ഇൻ ഓക്സിലറി വൈൻഡിങ്. അപ്പോൾ ഓക്സിലറി വൈൻഡിങ്ങിൽ കപ്പാസിറ്റർ കാന്താരം കറണ്ട് ലീഡ് ചെയ്യും വോൾട്ടേജിനെ. ഓക്കെ, hence the torque of the motor will be increased and will be able to start at load. അതായത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുകയും, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ പവർ അല്ലെങ്കിൽ വർക്കിംഗ് പവർ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയാണ്. ഓക്കെ, പവർ ഫാക്ടർ ഇസ് ദ റേഷ്യോ ട്രൂ പവർ ഓർ വർക്കിംഗ് പവർ ടു ദ അപ്പാരന്റ് പവർ. അപ്പോൾ വർക്കിംഗ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ നമ്മൾ ഇംപ്രൂവ് ചെയ്യാതെ കപ്പാസിറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല കറണ്ട് ലീഡിങ് ആക്കി മാറ്റുകയും ചെയ്യാം. വർക്കിംഗിലേക്ക് പോകാം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലാത്തത് കാരണത്താൽ. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ് ആക്കി മാറ്റണമെങ്കിൽ അവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവണം. ആരൊക്കെ തമ്മിൽ? കറണ്ടും വോൾട്ടേജും തമ്മിൽ. ഇപ്പൊ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് കാരണത്താൽ എന്ത് സംഭവിക്കും? കറണ്ട് ലീഡ് ചെയ്യും അപ്ലൈഡ് വോൾട്ടേജിന്. അതായത് ഇതിനുള്ളിൽ കൂടെ പോകുന്ന കറണ്ട് ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ ലീഡ് ചെയ്യും. ഈ മെയിൻ വൈൻഡിങ് എന്താ അവസ്ഥ? ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് ഈ അപ്ലൈഡ് വോൾട്ടേജിനെ ലാഗ് ചെയ്യും. കാരണം എന്താ? നമുക്കറിയാം ഇതൊരു ഇൻഡക്ടർ ആണ്. ആ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഹൈ റിയാക്ടൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ വൈൻഡിങ്ങിലെ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് ഹൈ ആണ്. സോ ഹൈ റിയാക്ടൻസ് ആണ്. ഇപ്പൊ ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്താ? കപ്പാസിറ്ററിനകത്ത് കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഡക്ടറിന്റെ അകത്ത് കറണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ലാഗ് ചെയ്യുക. അത് അതിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. കപ്പാസിറ്റർ ഇൻഡക്ടറിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ കൂടെ എപ്പോഴും പോകുന്ന കറണ്ട് അതിന്റെ അക്രോസിലെ വോൾട്ടേജിനെ ലീഡ് ചെയ്യുക. ഇൻഡക്ടറിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് എപ്പോഴും അതിന്റെ അക്രോസിലെ വോൾട്ടേജിനെ ലാഗ് ചെയ്യുക. അപ്പൊ
ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് അപ്ലൈഡ് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് അപ്ലൈഡ് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഒരു നല്ലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്ന, ദാറ്റ് മീൻസ് എ ഫേസ് ഡിഫറൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, കപ്പാസിറ്റൻസ് സീരീസ് വിച്ച് മേക്സ് കറണ്ട് ഫ്ലോസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഫേസ് ഡിഫറൻസ് അത്യാവശ്യം നല്ലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതായി കഴിഞ്ഞാൽ പിന്നെ it will become self-starting. So main winding has inductive nature, so current flowing through it lags the applied voltage. Now here occurs a large phase difference between these two angles, which produces a resultant current. അപ്പോൾ ഈ മെയിൻ വൈൻഡിംഗ് കൂടെ പോകുന്ന കറണ്ട് ലാഗ് ചെയ്യുക അപ്ലൈഡ് വോൾട്ടേജ്, ഓക്സിലറി വൈൻഡിംഗ് കൂടെ പോകുന്ന കറണ്ട് ലീഡ് ചെയ്യുക അപ്ലൈഡ് വോൾട്ടേജ്. ഈ രണ്ട് കറണ്ടും തമ്മിൽ നല്ലൊരു ഫേസ് ഡിഫറൻസ് ആയി കഴിഞ്ഞു. കാരണം ഈ രണ്ട് കറണ്ടും വെച്ചിട്ട് റിസൾട്ടന്റ് കറണ്ട് ഉണ്ടാവുക. ആ റിസൾട്ടന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. സോ they produce very high starting torque. അപ്പോൾ നല്ലൊരു ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട്, അപ്പോൾ അതൊരു സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു 75 to 80% ഓഫ് ഹൈ സ്പീഡ് എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതങ്ങ് ഓപ്പൺ ആക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഓക്സിലറി വൈൻഡിംഗ് കപ്പാസിറ്ററിന്റെ കണക്ഷൻ ഇതങ്ങ് ഡിസ്കണക്ട് ചെയ്യും. പിന്നീട് അതങ്ങ് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യും. പിന്നീട് ഇതിന്റെ ആവശ്യമില്ല. ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ആവശ്യമുള്ള വൈൻഡിംഗ്. ഈ റോട്ടർ കറങ്ങുന്ന സ്പീഡ് 75 to 80% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡിന്റെ 75 to 80% എത്തി കഴിയുമ്പോൾ പിന്നെ ഇതിനെ ഡിസ്കണക്ട് ചെയ്യും ഈ സ്വിച്ചിന്റെ സഹായത്തോടെ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കി മാറ്റുന്നത്. അടുത്ത 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. 3 ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഗിൾ ഫേസ് പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ 2 വയറേ ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, അത് ആ 2 വയർ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു സിൻസോണൽ വോൾട്ടേജ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. 3 ഫേസ് ആകുമ്പോൾ 3 വയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിൻസോണൽ വോൾട്ടേജിന്. ഒരു സിൻസോണൽ വോൾട്ടേജിന് വേണ്ടി 3 വയറാണ് 3 ഫേസിൽ. ആ ഓരോ ഫേസുകളും 180 ഡിഗ്രി ഷിഫ്റ്റഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഫേസ് ആണ്, ഒരു സിൻസോണൽ സിഗ്നൽ. ഇതൊരു വേറൊരു ഫേസ് ആണ്, സിൻസോണൽ സിഗ്നൽ. ഈ മൂന്നാമത്തത് വേറൊരു ഫേസ് ആണ്, ഫേസ് സി. അപ്പൊ ഫേസ് എയും ഫേസ് ബിയും തമ്മിൽ ഒരിക്കലും പീക്ക് ഹൈ ഒരുമിച്ച് വരുന്നില്ല. ഫേസ് എ ഹൈ ആവുമ്പോൾ ഫേസ് ബി സി താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ് മീൻസ് ഓരോന്നും ഫേസ് എ ആദ്യം ഹൈ ആവുന്നു, ആ സമയത്ത് ഇത് രണ്ടെണ്ണം ബാക്കി 2 ഫേസും ലോ ആ. ഫേസ് ബി പിന്നെ ഹൈ ആവുന്നു, അപ്പൊ ബാക്കി 2 ലോ ആ. ഫേസ് സി പിന്നെ ഹൈ ആവുന്നു, ബാക്കി 2 ലോ. ആകുമ്പോ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഫേസ് എയും ഫേസ് ബിയും ഫേസ് സിയും തമ്മിൽ ഉണ്ടാവുക. ഫേസ് എ ഈ പോളിൽ കൊടുക്കുകയാണെങ്കിൽ എ ഡാഷ് പോളിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് നോർത്ത് പോൾ ആയിരിക്കും, ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഫേസ് ബി ഈ പോൾസിൽ കൊടുക്കുമ്പോൾ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഫേസ് സി ഈ പോൾ കൊടുക്കുമ്പോൾ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഈ ഡയഗ്രാം ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ എ സി മോട്ടറിന്റെ സെയിം ഡയഗ്രാം തന്നെ. നമുക്ക് 3 ഫേസ് സപ്ലൈ ഇങ്ങനെ സ്റ്റാറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട്, റോട്ടർ ഉള്ളുന്നുണ്ട്, ആർമേച്ചർ വൈൻഡിങ് എല്ലാം സ്റ്റാറ്ററിന്റെ മുകളിൽ തന്നെ അങ്ങനെ. സോ ബേസിക്കലി ഇനി ഫേസ് ബി വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇതെല്ലാം ഈ നോർത്ത് പോൾ എല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആണ്, സൗത്ത് പോൾ കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പൊസിഷൻ കണ്ടാൽ അറിയാം, സൗത്ത് എല്ലാം ഇങ്ങോട്ടേക്ക് വന്നു, നോർത്ത് എല്ലാം ഇവിടേക്ക് വന്നു, വീണ്ടും സൗത്ത് ഇങ്ങോട്ട് പോയി, നോർത്ത് ഇങ്ങോട്ട്. സോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ when stator winding is connected, stator ഒരു 3 phase സപ്ലൈ കൊടുക്കുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ആവും. ആ നിങ്ങൾക്ക് ഇവിടെ കാണാം, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ആയി. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ NS = 120 f/p ആണ്. F ഫ്രീക്വൻസി, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. സോ ആ സിൻക്രണസ് സ്പീഡോട് കൂടിയായിരിക്കും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പീഡിലായിരിക്കും. ദാറ്റ് സ്പീഡ് ഈസ് നോൺ ആസ് സിൻക്രണസ് സ്പീഡ്. Our synchronous speed is given by 120 f/p, where f is the frequency and p is the number of poles. Okay, so Faraday's laws of electromagnetic induction പ്രകാരം സ്റ്റാർട്ടറിൽ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോട്ടർ സ്റ്റേഷനറി ആയിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു മോഷൻ ഇല്ല ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സ്റ്റേഷനറി കണ്ടക്ടർ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an EMF will be induced in the conductor. അല്ലെങ്കിൽ റോട്ടറിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. കാരണം
മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങുമ്പോൾ റോട്ടർ അതിനെ കട്ട് ചെയ്യുന്ന പോലെയാണ്. റോട്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇ എം എഫ് റോട്ടറിന് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, സോ ആ ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ഫൗണ്ട് ഇൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ ആ റോട്ടറിന്റെ അകത്ത് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ലെൻസസ് ലോ ഒരു ആ റോട്ടറിന്റെ അകത്ത് ഒരു റോട്ടർ കറന്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് റൂൾ പ്രകാരം ലെൻസസ് ലോ പ്രകാരം ഒരു കറണ്ട് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ കറണ്ട് ഒരു റോട്ടർ ഫ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, റോട്ടറിന്റെ റോട്ടർ ഫ്ലക്സ് ഉണ്ടാക്കും. അപ്പൊ സ്റ്റാറ്ററിന് ഒരു ഫ്ലക്സ് ആയി റോട്ടറിന് ഒരു ഫ്ലക്സ് ആയി അവർ രണ്ടും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, ഒരു ടോർക്ക് ഉണ്ടാക്കും. റോട്ടർ അപ്പൊ റോട്ടർ ഈ സ്റ്റാറ്റർ ഇങ്ങനെ കറങ്ങാണ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്ററിന്റെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനല്ലോ സിൻക്രണസ് ഫീൽഡ്. അപ്പൊ റോട്ടർ ഇവർ തമ്മിൽ റോട്ടർ ഫ്ലക്സും സ്റ്റാറ്റർ ഫ്ലക്സും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് റോട്ടർ എന്ത് ചെയ്യും? കറങ്ങാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അപ്പൊ അതിന് ധൈര്യമായിട്ട് കറങ്ങി തുടങ്ങാം. സോ അത് കറങ്ങിയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ സിൻക്രണസ് ഫീൽഡിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ഒരിക്കലും അതിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RYB ആവാട്ടോ, RYB. ഓക്കെ, അതിനെ അവിടെ എഴുതി RYB സീക്വൻസോ RBY സീക്വൻസ് വേണേ ആവാം. നൗ ഈ ഞാൻ പറഞ്ഞല്ലോ റോട്ടറിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്താ പറയുന്നത്? സിൻക്രണസ് സ്പീഡ്. റോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തെത്തില്ല, പക്ഷെ അതിനേക്കാൾ കുറവായിരിക്കും. സോ ഈ രണ്ട് സ്പീഡിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത് സ്ലിപ്പ് സ്പീഡ്. ഓക്കെ, സ്ലിപ്പ് ഈസ് ഗിവൺ ബൈ ns മൈനസ് n ബൈ ns. ns എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡ്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറിന്റെ സ്പീഡാണ്. അതേപോലെ ടോർക്ക് ഡെവലപ്ഡ് ബൈ റോട്ടർ. റോട്ടറിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ T is equal to K1 E2 I2 cos ∅2. K1 കോൺസ്റ്റന്റ്, E2 എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് EMF റോട്ടറിന്റെ അകത്ത്, I2 എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ അകത്തിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്, cos ∅ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് 3 ഫേസ് മോട്ടറും സിംഗിൾ ഫേസ് മോട്ടറും രണ്ട് ടൈപ്പ് ഓഫ് മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ രണ്ട് ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവർ തമ്മിൽ പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പോളിഫേസ് മോട്ടർ വേഴ്സസ് സിംഗിൾ ഫേസ് മോട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോളിഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഫേസ് അല്ല നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 3 ഫേസ് ഒരു പോളിഫേസ് മോട്ടറാണ്. അപ്പോൾ അതും അപ്പോൾ പോളിഫേസ് മോട്ടർ വേഴ്സസ് സിംഗിൾ ഫേസ് മോട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഫേസ് വേഴ്സസ് സിംഗിൾ ഫേസ് മോട്ടർ ഡിഫറൻസ് ചെയ്യാതെ. 3 ഫേസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, സിംഗിൾ ഫേസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. 3 ഫേസ് മോട്ടറിൽ യൂണിഫോം ടോർക്കാണ്, ലെസ് നോയ്സിയ. ഇവിടെ ടോർക്ക് പൾസേറ്റിംഗ്, മോർ നോയ്സിയ. പവർ ഫാക്ടർ ഹൈ ആണ്, അതുകൊണ്ടാണ് പവർ ഫാക്ടർ ഹൈ ആവുന്നത് കാലത്താൽ കറണ്ട് ലീഡിങ് ആയതുകൊണ്ട് അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ പവർ ഫാക്ടർ ലോ ആണ്. പവർ റേറ്റിംഗ് കൂടുതലാണ്, ഇവിടെ പവർ റേറ്റിംഗ് കുറവാണ്. ഔട്ട്പുട്ട് എഫിഷ്യൻസി എല്ലാം 3 ഫേസിനാണ് കൂടുതൽ, ഇത് കുറവാണ്. പിന്നെ ഇതിനകത്ത് ലെസ് കണ്ടക്ടർ, അതായത് റിക്വയർസ് ലെസ് കണ്ടക്ടർ മെറ്റീരിയൽ ഫോർ ട്രാൻസ്മിഷൻ. അതിന് 3 ഫേസിന് വെറും മൂന്ന് ലൈൻ മതി 3 ഫേസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഇവിടെ ഒരൊറ്റ ഫേസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ 2 ലൈൻ വേണം. അപ്പൊ കണ്ടക്ടർ മെറ്റീരിയൽ എല്ലാം കുറവ് 3 ഫേസിലാണ്. അപ്പൊ പറഞ്ഞ മനസ്സിലായോ? 3 ഫേസ് മോട്ടറിൽ 3 ഫേസുകളുണ്ട്. 3 ഫേസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ 3 വയറാണ് വേണ്ടത്. സിംഗിൾ ഫേസ് മോട്ടറിൽ ഒരു ഫേസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ 2 വയർ വേണം. സോ വയറിൻ്റെ അകത്ത് കുറവായ കാരണത്താൽ ലെസ് കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ഫോർ ട്രാൻസ്മിഷൻ. ആപ്ലിക്കേഷൻ സിംഗിൾ ഫേസ് പമ്പ്, കംപ്രസർ, ചെറിയ ഫാൻ, മിക്സറിൽ, ടോയ്ലറ്റ്, വാക്യൂം ക്ലീനർ, ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം യൂസ് ചെയ്യും. 3 ഫേസ് കുറച്ചും കൂടി വലിയ സ്ട്രോങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ലിഫ്റ്റ്, ക്രെയിൻ, ക്രഷേഴ്സ്, ഡ്രൈവിംഗ് ലേത്ത് മെഷീൻ, ലാർജ് എക്സോസ്റ്റ് ഫാൻ, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡക്ഷൻ മോട്ടർ.